ഹായ്, ഇറ്റ്സ് മീ ഷെല്യാസ് ഫ്രം കൂട്ട് ഡിസൈൻ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള പുതിയൊരു കളക്ഷൻ കാണിക്കാനാണ്. രണ്ട് കളേഴ്സേ ഉള്ളൂ കേട്ടോ. പക്ഷെ അടിപൊളി പീസാണ്. ഒരു ഫംഗ്ഷൻ വെയറിനൊക്കെ പറ്റിയ സൂപ്പർ ഒരു പീസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുന്ന പീസ് പെട്ടെന്ന് ആയിക്കോട്ടെ സ്ക്രീൻഷോട്ട് എടുക്കുക, താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ. പേയ്മെൻറ്റൊക്കെ ഗൂഗിൾ പേ ത്രൂ ആണ്. അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫറും പോസിബിൾ ആണ്. DTTC പോസ്റ്റൽ സൗകര്യമുണ്ട്. നിങ്ങൾക്ക് ഓക്കെ ചെയ്ത് സെലക്ട് ചെയ്യുക കേട്ടോ. റീപ്ലേസ്മെന്റ് റിഫണ്ടിങ് ഇല്ല, അതുകൊണ്ട് ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ രണ്ട് കളേഴ്സേ ഉള്ളൂ, പക്ഷെ അടിപൊളി ഒരു പീസായിട്ടോ. ഇതിന്റെ കളർ കോമ്പിനേഷൻ ആയാലും മെറ്റീരിയൽ വൈസ് ആയാലും ഒക്കെ സൂപ്പറാണ്. മസ്ലിൻ സിൽക്കാണ് ടോപ്പിന്റെ മെറ്റീരിയൽ വരുന്നത്. കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ നല്ലൊരു എന്താ പറയാ, ഒരു ബീട്രൂട്ട് ഷെയ്ഡും ഒരു റാണി പിങ്കും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ടോപ്പിന്റെ മെറ്റീരിയൽ. വിത്ത് അതിന്റെ കൂടെ ഒരു ബേക്ക്ഡ് ഓറഞ്ച് കളറും കൂടെ മിക്സിംഗ് ആയിട്ടുള്ള അടിപൊളി ഒരു കോമ്പിനേഷൻ ആണ്. മസ്ലിൻ സിൽക്കാണ് ഞാൻ പറഞ്ഞല്ലോ, മെറ്റീരിയൽ വരുന്ന മസ്ലിൻ സിൽക്കാണ്. ടോപ്പിന്റെ ലോവർ പാർട്ടായിട്ട് ഇതുപോലെ ഒരു ഹൈലൈറ്റിംഗ് വർക്ക് വരുന്നുണ്ട് കേട്ടോ. ഫുൾ സീക്വൻസും ബീഡൊക്കെ വെച്ചിട്ട് കുറച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു വെറൈറ്റി വർക്ക് വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഈ ഒരു ത്രെഡ് വെച്ചിട്ടുള്ള ഒരു ഫ്ലോറൽ ഒരു ഡിസൈൻ ഒക്കെ വരുന്നുണ്ട്. ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. മസ്ലിൻ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത്. മസ്ലിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഒന്നുകൂടെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. സിൽക്ക് കൂടെ വരുമ്പോൾ ഒരു ഫംഗ്ഷൻ വെയറിന്റെ ഒരു ലുക്ക് വരും കേട്ടോ. അപ്പോൾ ടോപ്പിന്റെ മെറ്റീരിയൽ നമുക്ക് ലെങ്ത് വരുന്നത് ഒരു 40, ഒരു മിനിറ്റ് ചെക്ക് ചെയ്യട്ടെ. കോമ്പിനേഷനാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഭയങ്കര ഒരു നല്ല എന്താ പറയുക, ഒരു എനർജി ഉള്ള ഒരു തരം കോമ്പിനേഷൻ, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. അതിനടിയിൽ നോക്കി നോക്കിയാൽ ലോവർ പാർട്ടിലായിട്ട് ഒരു ലേസും കൂടെ വരുന്നുണ്ട്. ഒരു ഗോൾഡൻ ഷെയ്ഡിൽ വരുന്ന ഒരു ലേസും കൂടെ വരുന്നുണ്ട്. ഒരു ചെറിയൊരു ലേസ് സ്ലീവിന്റെ അടിയിലും അതുപോലെ ലേസ് ഉണ്ട് കേട്ടോ. സ്ലീവിന്റെ താഴേക്കായിട്ട് ഇതുപോലെ ഒരു പ്രിന്റ് വരുന്നുണ്ട്. രണ്ട് കൈയുടെ അടിയിലായിട്ട് വരും കേട്ടോ. ഇതുപോലെ ഒരു ഫ്ലോറൽ ഒരു പ്രിന്റ് വരുന്നത്. അതൊരു ബേക്ക്ഡ് ഓറഞ്ച് കളറിലാണ് വരുന്നത്. ഇതാണ് ഫ്രണ്ട് ഏരിയ വരുന്നത് കേട്ടോ. അപ്പോൾ ടോപ്പിന്റെ ലെങ്ത് നമുക്കൊരു 48, 49 ഒക്കെ ഉണ്ടായിരിക്കും. ഇത്രയും സൈസ് ഉണ്ട് നമുക്ക്. അത്യാവശ്യം നല്ല സൈസ് 8XL ഒക്കെ സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റും. ക്രേപ്പ് ലൈനിങ് യൂസ് ചെയ്താൽ മതി. പ്രീമിയം ആയിട്ടുള്ള ക്യാൻവാസ് കോട്ടണിൽ വരുന്ന ബോട്ടാണ് വരുന്നത്. മസ്ലിൻ സിൽക്കിൽ തന്നെ വരുന്ന ദുപ്പട്ട കേട്ടോ. ദുപ്പട്ട ഭയങ്കര സോഫ്റ്റ് ആൻഡ് ഫൈൻ ആണ്. അതുപോലെ ഒരു സെറി ഒരു ബോർഡർ ലൈനിൽ ഒരു സെറി വീവിങ് വരുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ആയപ്പോൾ ഭയങ്കര റിച്ച് ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. രണ്ട് എൻഡിലുമായിട്ട്, ദുപ്പട്ടയുടെ രണ്ട് എൻഡിലുമായിട്ട് നമ്മൾ സ്ലീവിനും അതുപോലെ ടോപ്പിന്റെ ലോവർ പാർട്ടിലുള്ള സെയിം ലേസ് അത് ദുപ്പട്ടയിൽ രണ്ട് എൻഡിലും കൂടെ വരുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ലേസും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഓവറോള് കളറാണ് ഒരു രക്ഷയില്ലാത്തത് മെറ്റീരിയലും കേട്ടോ. ഫസ്റ്റ് വണ്ണാണ്. സെക്കൻഡ് വണ്ണ് വരുന്നത് ഇതിന്റെ തന്നെ സെയിം ഡിസൈൻ, പക്ഷെ കളർ കോമ്പിനേഷൻ വരുന്നത് ഒരു ഡസ്റ്റി എനിക്കൊരു എക്കോ ബ്ലൂ, ഡസ്റ്റി എക്കോ ബ്ലൂ അല്ലേ, എക്കോ ബ്ലൂ എന്നല്ലേ, ഡസ്റ്റി ഷെയ്ഡാണ് വരുന്നത്. ഒരു ബ്ലൂവിന്റെ ഒരു ഡസ്റ്റി ഷെയ്ഡാണ്. പേസ്റ്റൽ ബ്ലൂ അല്ല, ഒരു ഒലിവ് ഗ്രീൻ ആണോ, ഒലിവ് ഗ്രീനിൽ കുറച്ച് ബ്ലൂ മിക്സ് ആയ ഒരു ഷെയ്ഡ്. കറക്റ്റ് എക്സാക്ട് ഷെയ്ഡ് എന്താന്നുള്ളത്. എന്നിട്ട് അതിൽ യെല്ലോ കളറും അതുപോലെ തന്നെ പീച്ച് കളറൊക്കെ മിക്സിങ് ആയിട്ടുള്ളതാണ്. ടോപ്പിന്റെ വർക്ക് ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഒരു കട്ട് വർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ ഓർഗൻസയിൽ. എന്നിട്ട് പിന്നെ ഫുൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ്. കറക്റ്റ് ജസ്ക ഈ വർക്കൊക്കെ കണ്ട, ഒരു ഫ്ലോറൽ വർക്ക് വരുന്നുണ്ട്. അതുപോലെ കണ്ട കട്ട് വർക്ക് ഓർഗൻസ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. 49 ലെങ്ത് ആണ്. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം സൈസ് വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റുന്ന പീസാണ് കേട്ടോ. ദുപ്പട്ട വരുന്നത് മസ്ലിൻ സിൽക്കാണ് ദുപ്പട്ട വരുന്നത്. കോമ്പിനേഷൻ ഒരു രക്ഷയില്ല. ആ ഒരു കളർ കോമ്പിനേഷൻ കേട്ടോ. ഒരു ഡസ്റ്റി എങ്ങനെ കറക്റ്റ് പറയാം, എന്ത് കളർ പറയാൻ പറ്റാത്തൊരു ഷെയ്ഡ്, ഒരു ഗ്രീൻ ഒരു ഷെയ്ഡ്, ഒരു ഗ്രീൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു എക്കോ ബ്ലൂ കളറിന്റെ ഒരു ഡസ്റ്റി ഷെയ്ഡ്. അതിലേക്ക് പീച്ച് കളറും യെല്ലോ എന്നുള്ളതൊരു മസ്റ്റാർഡ് യെല്ലോ കൂടെ മിക്സിംഗ് ആയിട്ടുള്ള അടിപൊളിയാണ്. ക്രേപ്പ് ലൈനിങ് വെച്ചിട്ട് ചെയ്യണം കേട്ടോ. നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. അടിപൊളി കളർ. അപ്പോൾ രണ്ട് പീസ് ഉള്ളൂ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ട് 2-3 ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് അതിൻ്റെ താഴെ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ ഇട്ട ഡ്രസ്സ് ഒന്ന് റീസ്റ്റോക്ക് ചെയ്യോ, ആയിട്ടൊന്ന് കാണിക്കുമോ എന്നുള്ളത്. ആക്ച്വലി എനിക്ക് ഈ ഒരു ഡ്രസ്സിൻ്റെ ഈ പാറ്റേണിൽ 2 ഡ്രസ്സ് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരേ ഒരു ഡിസൈനിൽ 2 എടുക്കുന്നത്. ഇതിൻ്റെ മുന്നത്തെ ഇതിൻ്റെ നേവി ബ്ലൂ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിട്ടപ്പോൾ എല്ലാവരും ഇതുപോലെ പറഞ്ഞപ്പോൾ ഞാനത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിട്ട് കേട്ടോ. ഒരുപാട് പേര് പറഞ്ഞതല്ലേ, അപ്പോൾ ഞങ്ങൾ ആയിട്ട് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള ഒരു പീസാണ്. കാരണം വെച്ചാൽ റേറ്റ് ഒരു അധികം കോസ്റ്റ് വരുന്നില്ല. 1490 റേഞ്ച് വരുന്നത്. പക്ഷെ ഭയങ്കര കംഫർട്ടബിൾ, നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. കോട്ടൺ ലൈനിങ് ആണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ഇത് നമ്മുടെ റെഗുലറായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ, എടുത്തുള്ള ആളുകളാണെങ്കിലും അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക, എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് ഇതിനെ പറ്റിയിട്ടുണ്ട് കേട്ടോ.
പിന്നെ അല്ലാതെ നമ്മുടെ പുതിയ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാമെന്ന് കരുതിയതാണ്. അപ്പോൾ നമുക്ക് ടോപ്പിൻ്റെ ലെങ്ത് ഒരു 49 ഒക്കെ ലെങ്ത് ഉണ്ടായിരിക്കും. 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഡീപ്പ് ബ്ലാക്ക് അല്ലെങ്കിൽ ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിലാണ് ഫസ്റ്റ് വൺ വരുന്നത്. അതിലേക്ക് നെക്കിൻ്റെ ഏരിയയിലേക്ക് ഒരു മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഒരു നെക്ക് ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സൈഡിലുള്ള ഈ ഒരു ഫോയിൽ പ്രിന്റ് നമുക്ക് ടോപ്പിൻ്റെ ലോവർ പാർട്ടിലും അതുപോലെ സ്ലീവിൻ്റെ എൻഡിലേക്കും ആഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ ആഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ എല്ലാം ചോദിക്കുന്നുണ്ട് ഈ ഡോട്ട് വാഷ് ചെയ്താൽ പോവോ എന്നുള്ള ഫോയിൽ പ്രിന്റ് അല്ലേ. പക്ഷേ ഞാൻ ഒരുപാട് തവണ എൻ്റെ ബ്ലൂ ഷെയ്ഡ് വാഷ് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടില്ല. ബ്ലൂ ഒരുപാട് തവണ വാഷ് ചെയ്തിട്ടുണ്ട്, ഒരു പ്രോബ്ലം വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ടോപ്പ് വരുന്നത്. നെക്ക് ഡീറ്റെയിലിംഗ് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ അതുപോലെ തന്നെ ദുപ്പട്ട വരുന്നതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലോൺ കോട്ടൺ മെറ്റീരിയലാണ് വിത്ത് സെറി ബോർഡർ ആണ് കേട്ടോ. ആ ഒരു സെറി ബോർഡറൊക്കെ നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള ബോർഡറാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഡീപ്പ് ബ്ലാക്കിലേക്ക് കോമ്പിനേഷൻ വരുന്നത് മെറൂൺ കളറാണ് കേട്ടോ. മെറൂൺ എന്ന് പറയുമ്പോൾ കറക്റ്റ് മെറൂൺ അല്ല, ഒരു ചെറിയൊരു ബേക്ക്ഡ് ഓറഞ്ച് മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് മെറൂൺ ആണ് വരുന്നത്. ഫസ്റ്റ് വൺ ആണ്. ഓക്കെ, സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഇതാണ്. സെക്കൻഡ് ഷെയ്ഡാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റിൽ കേട്ടോ. ഒരു നേവി ബ്ലൂവും പീകോക്ക് ബ്ലൂവും കൂടെ വരുന്നത്. എപ്പോഴും ഞാൻ ആ ഒരു പീസ് ഉള്ള സമയത്ത് എന്നും എല്ലാവരും മെസ്സേജ് ചെയ്യുന്നത് ഈ പീസ് ഇട്ടപ്പോഴും അതിനും എൻക്വയറി കൂടുതലായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞതുകൊണ്ടാണ് നമ്മളത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്യണത്. ഞാൻ സത്യം പറഞ്ഞ് റീസ്റ്റോക്ക് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് അയച്ചത്. പക്ഷെ ഒരുപാട് പേര് റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ റീസ്റ്റോക്ക് ചെയ്യൂ പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ അപ്പോൾ അതുകൊണ്ട് റീസ്റ്റോക്ക് ചെയ്തതാണ് കേട്ടോ. സൈഡിലായിട്ടുള്ള ഈ ഫോയിൽ പ്രിന്റ് നമുക്ക് സ്ലീവിൻ്റെ ലോവർ പാർട്ടിലും അതുപോലെ തന്നെ ടോപ്പിൻ്റെ എൻഡിലേക്കും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഫോയിൽ പ്രിന്റ് ആണ് ടോട്ടലി ഒരു സ്പോട്ടായിട്ട് ചെറിയ ഒരു സ്പ്രെഡിങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നെക്കിൻ്റെ ഏരിയയിൽ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. ആ എംബ്രോയിഡറി വർക്കിന്റെ കളറിന് സിമിലർ ആയിട്ടാണ് ദുപ്പട്ടയുടെ പല്ലു പാർട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ എന്താ പറയുക, അതിനോട് നന്നായിട്ട് അങ്ങോട്ട് മാച്ചാണ് ഈ ഒരു ഡിസൈൻ, ഈ ഒരു കളർ കോമ്പിനേഷനാണ് നെക്കിലേക്ക് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു നേവി ബ്ലൂവും അതിലേക്ക് കോമ്പിനേറ്റ് ചെയ്തിട്ടുള്ള നല്ലൊരു ഡീപ്പ് പീകോക്ക് ഗ്രീൻ കളറും കൂടെ വരുന്ന കോമ്പിനേഷനാണ് സെക്കൻഡ് വൺ വരുന്നത് കേട്ടോ. ഞാൻ എൻ്റെ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എനിക്ക് വയ്യാണ്ടായ ഡ്രസ്സാണ്. ഭയങ്കര കംഫർട്ടബിൾ ആണത് യൂസ് ചെയ്യാനായിട്ട്. തേർഡ് കളർ വരുന്നത് ചിക്കു ഷെയ്ഡും അതുപോലെ തന്നെ ഒരു പീച്ച് കളറും കൂടെ വരുന്നതാണ്. ചിക്കു കളറാണ്, ഒരു ഡീപ്പ് ചിക്കു ഷെയ്ഡാണ് വരുന്നത്. അതിലേക്ക് നല്ല പീച്ച് കളറും പീച്ചിൻ്റെ പല ഷെയ്ഡ് വരുന്ന വർക്കാണ് നെക്കിലേക്ക് കൊടുത്തിട്ടുള്ളത്. ഫുൾ നല്ല ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ത്രെഡ് വർക്കാണ് നെക്കിൻ്റെ ഏരിയയിലേക്ക് വരുന്നത്. വിത്ത് ഫോയിൽ പ്രിന്റ് ആണ്. സൈഡിലേക്ക് ഇതുപോലെ ഓൾ ഓവർ ഈ ഫോയിൽ പ്രിന്റ് വരുന്നുണ്ട്. നമുക്ക് സ്ലീവിലേക്കും ടോപ്പിൻ്റെ എൻഡ് ഏരിയയിലേക്ക് യൂസ് ചെയ്യാം കേട്ടോ. അതുപോലെ 49 ഒക്കെ ലെങ്ത് നമുക്ക് കിട്ടും. 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ദുപ്പട്ട കോട്ടൺ ആണ്, അതും ലോൺ കോട്ടൺ മെറ്റീരിയൽ ആണ്. നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാലൊന്നും എന്താവില്ല, പെട്ടെന്ന് അങ്ങോട്ട് ഷ്രിങ്ക് ആയി അങ്ങനെ വരുന്ന ഐറ്റം അല്ല. ഓക്കെ, അപ്പോൾ അതിലേക്ക് നല്ല കോമ്പിനേഷനാണ്. പീച്ച് കളറാണ് വരുന്നത്. പീച്ച് കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു വൈബ്രന്റ് പീച്ചാണ് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മെറൂൺ കളറും. മെറൂൺ എന്ന് പറയുമ്പോൾ ഒരു ശരിക്കൊരു വൈൻ ടച്ച് വരുന്ന ഒരു മെറൂണാണ്. അങ്ങനത്തെ വൈൻ കളറാണ്. എന്നാൽ മെറൂണാണ്. വൈനാണോ വെച്ച് കഴിഞ്ഞാൽ വൈൻ കളർ അല്ല, കാരണം വെച്ചാൽ വേറൊരു വൈൻ ഷെയ്ഡ് ഇതിൽ വരുന്നുണ്ട്. ബീട്രൂട്ട് കളർ മിക്സ് ആയ ഒരു ഷെയ്ഡിൽ വരുന്ന വൈൻ. അപ്പം ഞാനിത് മെറൂൺ എന്ന് പറഞ്ഞിട്ട് പറയാം കേട്ടോ. മെറൂൺ ഷെയ്ഡ്. മെറൂൺ എന്ന് പറയുമ്പോൾ ഒരു ഡീപ്പസ്റ്റ് ആയിട്ടുള്ള അങ്ങനെ ഒരു മെറൂണാണ് വരുന്നത്. ഇത് എങ്ങനത്തെ മെറൂൺ എന്നാണ് പറയേണ്ടത്? ശരിക്കും ബേക്ക്ഡ് ഓറഞ്ച് കളർ മിക്സ് ആയിട്ടുള്ള ടൈപ്പ് മെറൂൺ കളറാണ്. അതിലേക്ക് കേട്ടോ സൈഡിലേക്ക് ഈ ഫോയിൽ പ്രിന്റ് വന്നിട്ടുണ്ട്. സ്ലീവിലേക്കും ടോപ്പിൻ്റെ ലോവർ പാർട്ടിലേക്കും കൊടുക്കുക കേട്ടോ. 49 ആണ് ലെങ്ത് വരുന്നത്. നെക്കിൻ്റെ ആ ഡീറ്റെയിൽഡ് വർക്ക് എംബ്രോയിഡറി നോക്കി നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതാണ് ഈ കോമ്പിനേഷനാണ് ദുപ്പട്ടയുടെ പല്ലു ഏരിയയിലേക്ക് വരുന്നത് കേട്ടോ. ദുപ്പട്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ്, ലോൺ കോട്ടൺ മെറ്റീരിയൽ. വാഷ് ചെയ്താലും അത് എടുത്തെടുത്ത് വാഷ് ചെയ്താലൊന്നും പ്രോബ്ലം ഇല്ലാന്ന് പറയാം, കാരണം അത്യാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ ഒരു ഐറ്റം. അതുകൊണ്ടാണത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. നല്ല കംഫർട്ടബിൾ ആകുമ്പോൾ നമുക്ക് ആ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കംഫർട്ടബിളും അല്ലെങ്കിൽ ആ ഡ്രസ്സിനോട് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ എത്ര ആ ഒരു ഡ്രസ്സ് യൂസ് ചെയ്യുള്ളൂ. അങ്ങനെ യൂസ് ചെയ്യുന്ന കാറ്റഗറിയിൽ വരുന്ന ഒരു പീസാണ് എൻ്റെ ഈ ഐറ്റം. അപ്പോൾ ഇത് നല്ലൊരു മെറൂൺ കളറും ബ്ലാക്കും, ഡീപ്പ് അങ്ങനത്തെ ഒരു മെറൂൺ അല്ല, ഒരു എന്തെന്നാ പറയുക, ഒരു ഡസ്റ്റി ഷെയ്ഡ് വരുന്നൊരു മെറൂൺ കളർ, അങ്ങനത്തെ ഡസ്റ്റി മെറൂൺ. ഓക്കെ, അടുത്തത് വരുന്നത് ഒരു ഗ്രേ ഷെയ്ഡാണ്. ഗ്രേയിലേക്ക് ഞാനിട്ട സെയിം ഷെയ്ഡാണ്. ഗ്രേയും അതുപോലെ തന്നെ നല്ലൊരു ബ്ലഡ് റെഡ് കളറും കൂടെ വരുന്ന കോമ്പിനേഷനാണ് കേട്ടോ. ബോട്ടം വരുന്നത് പ്ലെയിൻ ആണ്. സോറി, ഞാൻ മെൻഷൻ ചെയ്യാൻ മറന്നുപോയി. ബോട്ടം വരുന്നത് പ്ലെയിൻ കോട്ടണിൽ വരുന്നതാണ്. ബോഡി ഓൾ ഓവർ ഇതുപോലെ തന്നെ ഇങ്ങനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. സ്പ്രെഡ് വർക്കുകൾ വരുന്നുണ്ട്, ഫോയിൽ പ്രിന്റ്. ബാക്ക് പോർഷനിലും ഇതുപോലെ വരുന്നുണ്ട്. നെക്ക് കുറച്ച് നല്ലൊരു കളേർഡ് ആയിട്ടുള്ള എംബ്രോയിഡറി ആണ് വരുന്നത് കേട്ടോ. 49 ലൈൻ 4XL സൈസ് ആണ് വരുന്നത്. ഞാൻ പറഞ്ഞതുപോലെ നല്ലൊരു റെഡിഷ് മെറൂൺ ഷെയ്ഡിൽ വരുന്ന ദുപ്പട്ടയാണ്.
ഓക്കെ, നമുക്ക് ദുപ്പട്ടയ്ക്ക് അത്യാവശ്യം നല്ല സൈസ് വരുന്ന ദുപ്പട്ടയാണ്. പല്ലു ഏരിയ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു പല്ലു പ്രിന്റ് ആണ്, പക്ഷെ പ്രിന്റിന് ഒരു എലഗൻസ് വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു പ്രിന്റ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ആ നെക്കിന്റെ ഏരിയയിലത്തെ ആ ഒരു എംബ്രോയിഡറി വർക്കും ഒക്കെ കൂടെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട്. അടുത്തത് പീകോക്ക് ഷെയ്ഡിൽ വരുന്നതാണ്, പീകോക്ക് ഗ്രീൻ കളറിൽ വരുന്നതാണ്. അതിലേക്ക് കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു ഹൽദി ഷെയ്ഡിൽ വരുന്ന ഒരു ഹൽദി യെല്ലോ കളർ കേട്ടോ. അപ്പോൾ വേണ്ട ഫുൾ ഇതുപോലെ ഗോൾഡൻ ഫോയിൽ പ്രിന്റ് ആണ് ഓൾ ഓവർ വരുന്നത്. നെക്കിന്റെ ഏരിയ ഇതുപോലെ ഒരു ഡീറ്റെയിൽഡ് വർക്ക് വരുന്നുണ്ട്. സൈഡ് പോർഷനിൽ വരുന്ന ഈ ഒരു ഫോയിൽ പ്രിന്റ് നമുക്ക് സ്ലീവിലേക്കും അതുപോലെ ലോവർ പാർട്ടിലേക്ക്, ടോപ്പിന്റെ ലോവർ പാർട്ടിലേക്ക് യൂസ് ചെയ്യാം കേട്ടോ. കളറിൽ കുറച്ച് ചേഞ്ച് വന്നിട്ടുണ്ട്. ഒരു ബ്ലൂ ഷെയ്ഡിലേക്കായിരിക്കും അതൊരു ഇതുണ്ടായിരിക്കും, ചായ്വ് ഉണ്ടായിരിക്കും. ആക്ച്വലി ഒരു ഗ്രീൻ ടച്ച് ആണ് വരുന്നത്. ബ്ലൂ അല്ലെങ്കിൽ പീകോക്ക് ഗ്രീൻ കളറാണ് വരുന്നത് കേട്ടോ. പീകോക്ക് ബ്ലൂ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ വീഡിയോയിൽ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. അതിലേക്ക് നല്ല ഗോൾഡൻ യെല്ലോ ആണ്, ഗോൾഡൻ യെല്ലോ, ഹൽദി ടൈപ്പ് യെല്ലോ അല്ല, ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. പീകോക്കും ഗോൾഡൻ യെല്ലോയും. അപ്പോൾ ഇതാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ. ഓക്കെ ഓക്കെ, അടുത്ത ഷെയ്ഡ് എന്നുള്ളത് യെല്ലോയും നമ്മളെ വാടാർമല്ലിപ്പൂവില്ലേ ആ ഒരു ഷെയ്ഡും കൂടെ വരുന്നതാണ്. നല്ലൊരു കോമ്പിനേഷനാണ് വരുന്നത് കേട്ടോ. അത് യെല്ലോ എന്നുള്ളത് നല്ലൊരു യെല്ലോ, ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ്. അതിലേക്കാണ് ഈ ഒരു കോമ്പിനേഷൻ വരുന്നത്. നെക്കിന്റെ ആ ഒരു ത്രെഡ് വർക്കും അതിന്റെ കോമ്പിനേഷനൊക്കെ സൂപ്പറാണ്. ഇതാണ് നെക്കിന്റെ ഏരിയയുടെ വർക്ക് വരുന്നത്. ഇത് നമ്മൾ ഒരുപാട് കാണിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സിന് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ബോട്ടം വരുന്നത് പ്ലെയിൻ കോട്ടണിൽ വരുന്ന ബോട്ടമാണ് വരുന്നത് കേട്ടോ. 49 ലൈൻ 4XL സൈസ് വരുന്നു. ഓക്കെ, അപ്പോൾ ദുപ്പട്ടയുടെ കോമ്പിനേഷൻ പറഞ്ഞാൽ നമ്മൾ വാടാർമല്ലിപ്പൂ എന്ന് പറയാറ് അതിൻ്റെ ഷെയ്ഡാണ് വരുന്നത്. അതിലേക്ക് സെറി ബോർഡർ വരുന്നുണ്ട് കേട്ടോ. രണ്ട് സൈഡിലും എല്ലാ ദുപ്പട്ടയിലും സെറി ബോർഡർ വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് യെല്ലോ, അടിപൊളി കോമ്പിനേഷനാണ്. സാരീസിലൊക്കെ ഈ ഒരു കോമ്പിനേഷൻ പട്ട് സാരികളിലും കണ്ടിട്ടുണ്ട്. അടുത്തത് വരുന്നത് ലാസ്റ്റ് വണ്ണ് വരുന്നത് വൈൻ റെഡും അല്ലെങ്കിൽ വൈൻ കളറും അതിലേക്ക് കോമ്പിനേഷൻ വരുന്നത് ഒരു ഗ്രേ കളർ, ഡീപ്പ് ഗ്രേ അല്ലെങ്കിൽ കാർബൺ ഷെയ്ഡ് എന്നൊക്കെ പറയുന്ന ആ ഒരു ഷെയ്ഡിലേക്ക് വരുന്നത് കേട്ടോ. ഓക്കെ, അതില് ബോട്ടം വരുന്നത് പ്ലെയിൻ ആണ്, പ്ലെയിൻ മെറൂൺ വൈൻ കളറിൽ വരുന്ന വൈൻ ഷെയ്ഡിൽ വരുന്ന ബോട്ടം. നെക്കിൻ്റെ ഏരിയ കുറച്ച് നല്ലൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വർക്ക് എല്ലാത്തിലും വരും. അത് നല്ല രസമുണ്ട് കേട്ടോ. ഒരു എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുള്ളത് സൈഡിലുള്ളത് കണ്ട, സ്ലീവിൻ്റെ അടിയിലേക്കും അതുപോലെ ടോപ്പിൻ്റെ അടിയിലേക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ദുപ്പട്ട വരുന്നത് സെറി ബോർഡർ വന്നിട്ടുള്ളതാണ്. പക്ഷെ സെറി ഭയങ്കര സോഫ്റ്റ് ആണ്, ഭയങ്കര സ്റ്റിഫായി നിൽക്കുന്ന സെറി ബോർഡർ അല്ല കേട്ടോ. സോഫ്റ്റ് ആൻഡ് ഫൈൻ ആണ്, പക്ഷെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വീവിങ് ആണ് വരുന്നത്. അപ്പം ഇത്രയും പീസസ് ആണ്. ടോട്ടൽ 8 കളേഴ്സ് ആണ് ഉള്ളത്. 8ഉം അടിപൊളിയാണ്. നമുക്ക് എപ്പോഴും കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന ഡിസൈൻ ആണെങ്കിലും ഒരു എപ്പോഴും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനാണ്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇഷ്ടമാവുന്ന സ്ക്രീൻഷോട്ട് എടുക്കുക, താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യട്ടോ. നെക്സ്റ്റ് ഡിസൈൻ ആയിട്ട് വരാം. അതിലേക്കും ബൈ.